ഹലോ ഫ്രണ്ട്സ്, ഇന്നല്പം സമയം കിട്ടിയിട്ടുണ്ട്. ഹോസ്പിറ്റൽ കേസൊക്കെ രാവിലെ പോയി. ഇന്നല്പം നേരത്തെ ഇങ്ങ് വന്നിട്ടുണ്ട്. അപ്പം നല്ല വെയിലുണ്ട്. പക്ഷേ നമ്മുടെ പ്ലാന്റുകളെല്ലാം ഒത്തിരി അങ്ങ് കേടായിപ്പോയി. എന്തായാലും ഇതെല്ലാം നല്ലവണ്ണം അണയ്ക്കുന്നുണ്ട് കേട്ടോ. ടെറസിൻ്റെ മേളിൽ കയറി എന്നുള്ള പ്രശ്നം ഇപ്പോൾ ഇത് തന്നെയാണ്. അപ്പോൾ ഈ പോട്ടുകളെല്ലാം കണ്ടില്ലേ, പ്ലാന്റെല്ലാം ഒരു വല്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് ടെറസിൻ്റെ മുകളിൽ കയറി നോക്കാനോ ഒന്നും മാറ്റി വയ്ക്കാനോ ഒന്നും പറ്റാത്ത സ്റ്റേജായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ കുറച്ച് സമയം വന്നു, എല്ലാ പോട്ടുകളിലും നോക്കി ട്യൂബേഴ്സോ വല്ലതൊക്കെ കൊണ്ടുവന്നു. പക്ഷേ ട്യൂബേഴ്സ് ഒന്നും ഇല്ലാത്ത അവസ്ഥയിലിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ വിചാരിക്കുന്നത് കുറച്ച് പ്ലാന്റ് അങ്ങ് ഒഴിവാക്കാമെന്ന് വിചാരിച്ചേക്കുന്നു. ഒത്തിരി പ്രാവശ്യം ഞാൻ നോക്കി എന്തെങ്കിലും ചെയ്ത് നമുക്ക് മാറ്റം വരുത്താൻ പറ്റുമെന്ന്. പക്ഷേ മാറ്റം വരുത്താനായിട്ട് ഒത്തിരിയും കഴിയുന്നില്ല. അപ്പോൾ ഇനി വിചാരിക്കുന്നത് കുറേ ഐഡിയ അറിയാത്ത ലോട്ടസൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഞാൻ ഒരുപാട് സെയിൽ ചെയ്തു. എല്ലാം പുതിയ വെറൈറ്റീസാണ്, പക്ഷേ ഐഡിയ അറിയില്ല. അങ്ങനെ ഇപ്പോൾ ആ പ്ലാന്റുകളെല്ലാം ഞാൻ മാറ്റുകയാണ്. അപ്പോൾ ഇതാ ഒത്തിരി ടബുകളുണ്ട് കേട്ടോ മാറ്റാനായിട്ട്. മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും സെറ്റ് ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിക്കുകയാണ്. പോട്ടുകളെല്ലാം എടുക്കാത്തതെല്ലാം കഴുകി വെച്ചിട്ട്, അഥവാ അല്ലെങ്കിൽ എന്തെങ്കിലും വയ്ക്കുവാണെങ്കിൽ ഏതെങ്കിലും ഇനി വരുന്ന വെറൈറ്റീസ് ഐഡിയ അറിയാവുന്നത് കറക്റ്റിന് എഴുതി വെച്ച് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ബാക്കി എല്ലാത്തിനും ആമ്പലോ എന്തെങ്കിലും സെറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ പോട്ടൊന്ന് കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എനിക്കത് എൻ്റെ പ്ലാന്റിൽ ലോട്ടസിൻ്റെ ഒരു ലീഫ് നല്ല വലുത് കണ്ടിട്ട് ഇനി എത്രയോ കാലങ്ങളായെന്നറിയാമോ. അതുകൊണ്ട് നല്ല വിഷമമുണ്ട് എനിക്ക്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ കുറച്ച് ജോലി ചെയ്യാൻ സമയമുണ്ട്. നല്ല വെയിലുണ്ട്, പക്ഷേ വെയിൽ കൊണ്ടിട്ടാണെങ്കിലും കുറച്ച് പോട്ടുകൾ മാറ്റി. ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് മണ്ണ് ഇപ്പോൾ പുറത്ത് താഴെ കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. ഭയങ്കര തെന്നലാണിതാ, ചറുക്കി വീണ് പോവും, പായലൊത്തിരി ഉണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് വിചാരിച്ചത് ഈ സൈഡിൽ അല്പം ഒന്ന് വൃത്തിയാക്കിയിട്ട് ഈ മൂലഭാഗത്ത് വരുന്ന സ്ഥലത്ത് ഈ പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് നമുക്ക് ഇപ്പോൾ അത്യാവശ്യം നമുക്ക് ഈ മണ്ണ് ഇവിടെ കൊണ്ടുവന്ന് തട്ടി ഇട്ടിരുന്നാലും ഉണങ്ങി കിടക്കുമ്പോഴത്തേക്ക് നമുക്കെടുത്ത് പിന്നീട് കൊണ്ടുപോകാനായിട്ട് എളുപ്പമാകും. അതുകൊണ്ട് ആ സൈഡിൽ ഓരോ പോട്ടിലെയും വെള്ളം എന്തായാലും ചീത്തയെ കിടക്കുവാണ്. അപ്പോൾ ഇനി ഈ വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കുറേശ്ശെ തട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇപ്പോൾ മേളിൽ കയറി വരുന്ന. പൊരിയണ വെയിലാണ്, മൊബൈൽ വരെയും പൊട്ടിത്തെറിക്കുന്ന ചൂടുണ്ട് നല്ല. ഇപ്പോൾ വൈകുന്നേരം ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നല്ല വെയിലാണ്. ഇത് ഇത്രയും മാറ്റുന്നതിൽ എനിക്ക് സങ്കടവും ഉണ്ട്. പിന്നെ വിചാരിക്കുന്നത് ഐഡിയ അറിയാത്തതും നല്ലവണ്ണം വളരാത്തതിനെ വെച്ചിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് പോട്ടുകളങ്ങ് ഒഴിവാക്കാമെന്ന്. അപ്പോൾ നമുക്കിത് വച്ചുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. സ്റ്റാൻഡ് കൊണ്ടുവന്നാലും നമുക്ക് രക്ഷയില്ല, ഭയങ്കര വെയിലാണ്. അത് ചെയ്യുന്നത് കണ്ടുകൊണ്ട് നിന്നിട്ടും കാര്യമില്ല, വീഡിയോ ഒത്തിരി ലോങ് ആയിപ്പോവും. അപ്പം ഇത്രയും ഞാൻ പറഞ്ഞിട്ട് കുറേ അങ്ങ് പോട്ടുകൾ മാറ്റിയിട്ട് സെറ്റ് ചെയ്യുന്നതല്ല, കുറേ മാറ്റിയിട്ടുള്ള വീഡിയോ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനത് വീഡിയോ ആയിട്ട് അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാം. അതേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ഒത്തിരി നീളം കൂടി പോകും വീഡിയോയ്ക്ക്. അപ്പം ഞാനൊന്ന് സെറ്റ് ചെയ്തെടുക്കട്ടെ. ഒരു 5 പോട്ട് ഇന്നെങ്കിലും വൃത്തിയാക്കി എടുക്കാൻ പറ്റിയാൽ അത്രയും നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് വേഗം ചെയ്യട്ടെ. വെയിലുണ്ട്, നല്ല വെയിലായാലും പ്രശ്നമില്ല, മഴ പെയ്യാതിരുന്നാൽ മതി. മഴ പെയ്താൽ പിന്നെ നമുക്ക് ഈ പോട്ടുകൾ മാറ്റിയെടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാവും. അപ്പം വേഗം ഞാൻ മാറ്റിയിട്ട് ബാക്കിയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ കുറേ മണ്ണ് ഈ സൈഡിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിവിടെ നിന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് താഴെ കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. കുറേ ദിവസങ്ങൾ പിടിക്കും അത് ഉണങ്ങിക്കിട്ടി. ഈ മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് താഴേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മളിപ്പം 10-11 പോട്ടോളം നമ്മൾ മാറ്റിയിട്ടുണ്ട്. അവിടെ എല്ലാം ചരിച്ച് വെച്ചേക്കണം കേട്ടോ. ഒരു 4-5 മാത്രമേ ഞാൻ മണ്ണ് ഇങ്ങോട്ട് കൊണ്ടിട്ടുള്ളൂ. എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്താൽ പറ്റത്തില്ല എന്ന് വെച്ചാൽ. അപ്പം 1 2 3 4 5 6 7 8 11 12 14 പോട്ടുകൾ ഞാനിപ്പം മാറ്റാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5-6 പോട്ട് കൂടെ താഴെ നിന്നുള്ളത് കാണും. പിന്നെ മുകളിലുള്ളതുണ്ട്, അത് സാവകാശം ചെയ്യാമെന്ന് വിചാരിച്ചു. താഴെ ഉള്ളതൊന്ന് ക്ലിയർ ചെയ്തിട്ട് കണ്ടോ, ചെളിയായിട്ട് കിടക്കുന്ന കണ്ടോ, രണ്ടും കൽപ്പിച്ച് ഇന്നിപ്പം ചെയ്തതാണ്. ചെളിയാവുന്നെങ്കിൽ ആവട്ടെ എന്ന് വെച്ചാൽ നമുക്ക് പ്ലാന്റ് നല്ലവണ്ണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വിഷമം വരില്ല, ഇത്രയും കഷ്ടപ്പെട്ടെല്ലാം ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചെളിയെല്ലാം ഇവിടെ തന്നെ അങ്ങ് ഒഴിച്ച് വെള്ളം കളഞ്ഞത്. ചെളിയല്ല, വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് അതിലേക്ക് കൂടെ തന്നെ നമുക്ക് ചെളിയും കൂടെ പോകും. അപ്പോൾ അത് വൈകുന്നേരം എപ്പോഴെങ്കിലും സമയം കിട്ടുന്ന രീതിക്ക് വന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു 4-5 പോട്ടിലുള്ളത് മാറ്റി. 2 5 3 6 പോട്ടിലെ മണ്ണാണ് കേട്ടോ. അത്രയും മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു 6 പോട്ടും കൂടെ ഉണ്ട്. 4 8 പോട്ടും കൂടെ ഉണ്ട്. 8 പോട്ടിലെ മണ്ണും കൂടെ നമുക്കിനി മാറ്റാനായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഭയങ്കര വെയിലാണ്.
ഒരു പരുവത്തിൽ ഞാൻ നിൽക്കുകയാണ്. നല്ല വെയിലാണ്. അപ്പോൾ ഇത്രയും ഒരു 15 പോട്ടൊക്കെ മാറുമ്പോൾ നമുക്ക് കുറച്ച് സ്പേസ് കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നത്. നോക്കാം. എന്നിട്ട് വീണ്ടും ആമ്പലും കൂടെ നമുക്ക് മാറ്റി സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതും കൂടെയൊക്കെ മാറ്റണം. കുറേശ്ശെ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇനി ഓണം കഴിയുന്ന സമയത്തൊക്കെ വെയിൽ തന്നെയല്ലോ, അപ്പോൾ കുറേയൊക്കെ അങ്ങ് മാറ്റാം എന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും. ഈ കുട്ടി ഗാർഡൻ, ഇത്രയും ചെറിയൊരു ഗാർഡനിൽ ഞാൻ ഇത്രയും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടിയാണെന്ന് നിങ്ങൾ വിചാരിച്ചോണം. കുറച്ച് സ്ഥലമേ ഉള്ളൂ. ഇത്തിരി സ്ഥലമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നല്ലവണ്ണം വയ്ക്കുമായിരുന്നു. താഴെയും സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ അവിടെയും വയ്ക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു സ്ഥലവും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ടെറസിൻ്റെ മേളിൽ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ സെറ്റ് ചെയ്തതാണ്. രണ്ടും കൽപ്പിച്ചങ്ങ് സെറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ കുറച്ചൊരു മെച്ചം വന്നതുപോലെ തോന്നി. എന്നിട്ടും വലിയ ഗുണം ഉള്ളതായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ മാറ്റുന്നത്. നല്ല വിഷമമുണ്ട് വീണ്ടും എനിക്കിതെല്ലാം മാറ്റേണ്ടി വന്നതിന്. അപ്പോൾ എൻ്റെ വീട് കുഞ്ഞു ഗാർഡന് ഇഷ്ടമായവർ ലൈക്ക് 750 സ്ക്വയർ ഫീറ്റിലെ ഒരു വീടാണ്. ആ വീടിൻ്റെ മേളിലോട്ടുള്ള ടെറസിലാണ് ഞാൻ ഇത്രയും ചെയ്യുന്നത്. അപ്പം അത്രയും വെയിറ്റും കൂടെ നമ്മുടെ ടെറസിന് താങ്ങുമെന്നതിന് എനിക്ക് പേടിയാകുന്നുണ്ട്. അതുകൊണ്ട് അന്നും ഇതുപോലെ പേടിയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കുറേ മാറ്റിയത്. പക്ഷേ ഇനി മാറ്റാതിരിക്കാൻ പറ്റത്തില്ല. പ്ലാന്റ് മെച്ചോർഡല്ല ഒന്നിനും. അതുകൊണ്ട് മാത്രമാണ് ഇപ്പം മാറ്റുന്നത്. മെച്ചോർഡായി നല്ല ഫ്ലവറൊക്കെയാണ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ മാറ്റത്തില്ല. എനിക്ക് ഫ്ലവർ വന്നില്ലെങ്കിലും ആ ലീഫെങ്കിലും നല്ലവണ്ണം കണ്ടാൽ മതിയായിരുന്നു. പക്ഷേ അതും കിട്ടുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനിത് എല്ലാം കുറേ അങ്ങ് ഒതുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്നാണ് അവസരം കിട്ടിയത്. ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ വന്നതുകൊണ്ട് മാത്രമാണ് ചെയ്യാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഷെയറും ഹൈപ്പും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഈ കുട്ടി ഗാർഡനെ. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാനായിട്ട് ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നു. ഞാൻ ഫുൾ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഫുൾ മോണിറ്റൈസേഷൻ ആയത് കേട്ടോ. 2 വർഷമായ ടൈമിൽ എനിക്ക് വാച്ച് അവർ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. 365 ദിവസത്തിനകത്ത് അല്ലെങ്കിൽ ഒരു വർഷത്തിനകത്താണ് നമുക്ക് മോണിറ്റൈസേഷൻ ഫുള്ളാക്കേണ്ടത്. അപ്പോഴും വാച്ച് അവർ കുറയില്ലായിരുന്നു. പക്ഷേ എൻ്റെത് 1 വർഷവും കഴിഞ്ഞ് 2 വർഷവും ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ വാച്ച് അവർ ഓരോ ദിവസവും പടിപടിയായിട്ട് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അതിൽ നിന്നെല്ലാം ഞാൻ ലൈവും കൂടെ ചെയ്താണ് ഞാനിതെല്ലാം റിക്കവർ ചെയ്ത് വന്നത്. എന്നിട്ട് വീഡിയോസും എല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്ത് ഞാൻ ഇടുമായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഞാൻ ഇടുമായിരുന്നു. അപ്പോൾ അത്രയ്ക്കും കഷ്ടപ്പെട്ടു. ഞാൻ കഷ്ടപ്പെട്ടതിനൊപ്പം നിങ്ങളും എനിക്ക് സപ്പോർട്ട് ഒരുപാട് 99% നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് ഞാൻ ഈ ഫുൾ മോണി ആകാനായിട്ടുള്ള കാരണം. അപ്പോൾ അതും വളരെ സന്തോഷമുണ്ട്. കുറച്ച് പ്ലാൻസുകൾ പോയാലും നമുക്ക് ഇനിയും വാങ്ങി വയ്ക്കാമല്ലോ ഒന്നുകൂടെ സെറ്റ് ചെയ്ത്. അപ്പോൾ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വയ്ക്കാം. ആരും പേടിക്കണ്ട, ഞാനിതെല്ലാം വീണ്ടും തിരിച്ച് കൊണ്ടുവരും. എന്നാലും കുറച്ച് സ്പേസ് നമുക്ക് എപ്പോഴും വീടിനകത്ത് ഇട്ടേക്കുന്നത് നല്ലതെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇത് മാറ്റുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ, താങ്ക് യു.